ത്രിയേക ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. ഭാഗ്യവചനധാര എല്ലാവർക്കും അനുഗ്രഹപ്രദമെന്നറിയുന്നതിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ഇന്ന് ഭാഗ്യവചനധാരയ്ക്ക് ആധാരമാക്കുന്നത് ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 6-7 വാക്യങ്ങളാണ്. ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്, എല്ലാറ്റിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടുകൂടെ ദൈവത്തോട് അറിയിക്കുക അത്രേ വേണ്ടത്. എന്നാൽ സകല ബുദ്ധിയെയും കവിയുന്ന ദൈവസമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും നിലവുകളെയും ക്രിസ്തുയേശുവിങ്കൽ കാക്കും. പ്രിയമുള്ളവരെ, ഈ ലോകത്തിലെ ജീവിതത്തിനിടയിൽ ആകുലതയിലും പ്രയാസങ്ങളിലും പെട്ടുപോകുന്ന സാഹചര്യങ്ങൾ വന്നു ചേർന്നു എന്ന് വരാം. ഇത്തരം സാഹചര്യങ്ങളിൽ തളർന്നു പോകാതെ വിശ്വാസത്തിൻ്റെ പ്രവൃത്തി നമ്മിലുണ്ടാകണം. പ്രശ്നങ്ങളെ നോക്കി ധൈര്യത്തോടെ നമുക്ക് പറയാൻ കഴിയണം, പ്രശ്നമേ, നിന്നിലും വലിയവനായ ഒരു ദൈവം എനിക്ക് പ്രശ്നപരിഹാരകനായിട്ടുണ്ട്. ഞാൻ ദൈവത്തിൽ ആശ്രയിക്കുന്നു, ഞാൻ ഒരു നാളും കുലുങ്ങിപ്പോവുകയില്ല. പ്രതിസന്ധികളിൽ തളർന്നു പോകാതെ നമ്മുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടെ ദൈവസന്നിധിയിൽ നമുക്ക് സമർപ്പിക്കാം. സകല ബുദ്ധിയെയും കവിയുന്ന ദൈവസമാധാനം നമ്മുടെ ഹൃദയങ്ങളെയും ചിന്തകളെയും ക്രിസ്തുയേശുവിങ്കൽ കാക്കും. ദൈവിക സമാധാനം നമ്മുടെ ഹൃദയങ്ങളിൽ വാഴും, ആശ്വസിപ്പിക്കും. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം അതിൻ്റെ 4-ാം അധ്യായം 13-ാം വാക്യം നമുക്ക് ആവർത്തിച്ച് പറയാം. എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലതിനും മതിയായവനാകുന്നു. നമ്മുടെ എല്ലാ ആവശ്യങ്ങൾക്കും ക്രിസ്തു മതിയായവനാണെന്ന ഉറപ്പ് നമ്മിലുണ്ടാകുന്നതോടെ നാം സൗമ്യതയുള്ളവരായി മാറും. ആകുലതകളും പ്രയാസങ്ങളും സൗമ്യതയോടെ തരണം ചെയ്യുവാനും സന്തോഷത്തോടെ ജീവിപ്പാനും യേശു ക്രിസ്തു നമ്മെ സഹായിക്കും. പാപപരിഹാരകനും സംരക്ഷകനും ശക്തീകരിക്കുന്നവനുമായ യേശു ക്രിസ്തുവിൽ നമുക്ക് വിശ്വസിക്കാം. സകലതിനും മതിയായവനായ യേശു ക്രിസ്തുവിലുള്ള വിശ്വാസം എന്നിലുണ്ടോ എന്ന് ഞാൻ തന്നെ ശോധന ചെയ്ത് തീരുമാനിക്കേണ്ട കാര്യമാണ്. 2 കൊരിന്ത്യർ 13-ാം അധ്യായം അതിൻ്റെ 5-ാമത്തെ വാക്യം ഇപ്രകാരമാണ് വായിക്കുന്നത്: നിങ്ങൾ വിശ്വാസത്തിലിരിക്കുന്നുവോ എന്ന് നിങ്ങളെ തന്നെ പരീക്ഷിപ്പീൻ, നിങ്ങളെ തന്നെ ശോധന ചെയ്യുവീൻ. നിങ്ങൾ കൊള്ളരുതാത്തവർ അല്ല എന്ന് വരികിൽ യേശു ക്രിസ്തു നിങ്ങളിലുണ്ട് എന്ന് നിങ്ങളെ തന്നെ അറിയുന്നില്ലയോ? പ്രിയ ദൈവമക്കളെ, യേശു ക്രിസ്തു നമ്മിൽ വസിക്കുന്നു, നാം അവനിലും. 1 യോഹന്നാൻ 4-ാം അധ്യായം അതിൻ്റെ 15-ാം വാക്യം ഇങ്ങനെയാണ്: യേശു ദൈവപുത്രൻ എന്ന് സ്വീകരിക്കുന്നവനിൽ ദൈവവും അവൻ ദൈവത്തിലും വസിക്കുന്നു. 16-ാം വാക്യം: ഇങ്ങനെ ദൈവത്തിന് നമ്മോടുള്ള സ്നേഹത്തെ നാം അറിഞ്ഞും വിശ്വസിച്ചു വരിക്കുന്നു. എന്നെ അറിയുന്ന എൻ്റെ ദൈവം എൻ്റെ ആവശ്യങ്ങളെ അറിയുന്നു. ഞാൻ അറിയുന്നതിലേറെ എന്നെ അവൻ അറിയുന്നു. എൻ്റെ ചിന്തകളെപ്പോലും അവൻ നന്നായി അറിയുന്നു. നാം ഏറ്റുപറയുന്ന എല്ലാത്തിനും പാപക്ഷമ നൽകുകയും എന്നെ മകനായി ചേർത്തുകൊള്ളുകയും ചെയ്യും. എബ്രായർക്ക് എഴുതിയ ലേഖനം അതിൻ്റെ 9-ാമത്തെ അധ്യായം 12-ാം വാക്യം ഇപ്രകാരം നമുക്ക് വായിക്കാം: ഞാൻ അവരുടെ അകൃത്യങ്ങളെക്കുറിച്ച് കരുണയുള്ളവനാകും, അവരുടെ പാപങ്ങളെ ഇനി ഓർക്കുകയുമില്ല എന്ന് കർത്താവിൻ്റെ അരുളപ്പാട്. കരുണാമയനായ കർത്താവിൽ നമുക്ക് വിശ്വസിക്കാം. എബ്രായർ 12-ാം അധ്യായം അതിൻ്റെ 2-ാം വാക്യം ഇപ്രകാരമാണ്: വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നോക്കുക. തൻ്റെ മുന്നിൽ വെച്ചിരുന്ന സന്തോഷം ഓർത്ത് അവൻ അപമാനം അലക്ഷ്യമാക്കി ക്രൂശിനെ സഹിക്കുകയും ദൈവസിംഹാസനത്തിൻ്റെ വലത്തുഭാഗത്ത് ഇരിക്കുകയും ചെയ്തു. ആദാമി പാപത്തിന് അധീനരായ മാനവരാശിയെ പാപത്തിൽ നിന്നും വീണ്ടെടുക്കുന്നതിന് പിതാവായ ദൈവം ഏൽപ്പിച്ച രക്ഷാകര പദ്ധതിയിലൂടെ നമ്മെ ദൈവമക്കളാക്കി തീർക്കുവാൻ അവൻ ക്രൂശിൻ്റെ അപമാനത്തെ അലക്ഷ്യമാക്കി ക്രൂശിലെ വേദനകൾ സഹിച്ചു. ദൈവപുത്രന്റെ ദൗത്യം പൂർത്തീകരിച്ച് 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റ് ദൈവസിംഹാസനത്തിൻ്റെ വലത്തുഭാഗത്തു നിന്നും വന്നവൻ തിരികെ ദൈവസിംഹാസനത്തിൻ്റെ വലതുഭാഗത്തേക്ക് കരകയറുകയും ചെയ്തു. തന്നിൽ വിശ്വസിക്കുന്നവർക്ക് കർത്താവായി അവരോടുകൂടെ ഇരിക്കാമെന്ന് വാഗ്ദത്തം നൽകി. എന്ന് മാത്രമല്ല, വിശ്വാസത്താൽ അവനോടൊപ്പമായിരിക്കാനുള്ള കൃപയും നൽകി അനുഗ്രഹിച്ചു.
എബ്രായർ 13-ാം അധ്യായം അതിൻ്റെ 6-ാം വാക്യം പറയും പ്രകാരം നമുക്കും ധൈര്യമായി പറഞ്ഞുകൊണ്ടേയിരിക്കാം, ആകയാൽ കർത്താവ് എനിക്ക് തുണ, ഞാൻ പേടിക്കയില്ല, മനുഷ്യന് എന്നോട് എന്ത് ചെയ്യാൻ കഴിയും? എൻ്റെ എല്ലാ ആവശ്യങ്ങൾക്കും തുണയായി എന്നോടൊപ്പമുള്ള കർത്താവിനൊപ്പം സമാധാനമായി നമുക്ക് നിൽക്കാം, ഭയപ്പെടാതെ നിൽക്കാം. സകല ബുദ്ധിയെയും കവിയുന്ന ദൈവസമാധാനം നമ്മുടെ ഹൃദയങ്ങളെയും നിലവുകളെയും ക്രിസ്തുയേശുവിങ്കൽ കാക്കുമാറാകട്ടെ. ദൈവകൃപയിൽ നിൽക്കുവാൻ എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും ദൈവകൃപ ഉണ്ടാകട്ടെ.